പിന്നെ അവസാന ദിവസമായതുകൊണ്ട് ഇവിടെ വന്ന എല്ലാ ദൈവദാസന്മാരും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവദാസന്മാരെയും സഭയും വിശ്വാസികളും എല്ലാവരും വാഴ്ത്തുന്നു. ദേശവാസികളെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ ആ പുനരുത്ഥാനം കുറിച്ച് നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം 16-17 വചനം വായിച്ചാട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എള്ളുവിളയെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഒന്ന് നന്നായി മനസ്സിലാക്കിക്കൊള്ളണം. സത്യത്തെ അറിവീர்கள் സത്യം ഉങ്ങളെ വിടുതലയാക്കും. തിരുവചനത്തെ നിങ്ങൾ അറിയുന്നു, തിരുവചനം നിങ്ങളെ വിടിവിക്കും. ആ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാട്ട് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇസ്ലാമിൽ നിന്ന് രക്ഷപ്പെട്ട് യേശുവിന് വേണ്ടി വന്നതുകൊണ്ട് അത് സംബന്ധപ്പെട്ട ഒരു പാട്ട്. പ്രൈസ് ദി ലോർഡ്. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ പാവവഴികളെ, ഏറ്റുകൊള്ളീസായേ. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ പാവവഴികളെ, ഏറ്റുകൊള്ളീസായേ. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ പാപവഴികളെ, ഏറ്റുകൊള്ളീസായേ. എല്ലാവരും please clap your hands. We are sitting in front of God. So ആരും ചുമ്മാരിക്കരുത്. എല്ലാവരും നമ്മുടെ കൈകളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവസാന ദിവസം ഒരു വിടുതലയുടെ ഉത്സവം നാം അനുഭവിക്കും. ഈ 7 ദേശത്തെ ദൈവം സന്ദർശിപ്പാൻ കടന്നു വന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാവരും കരങ്ങളെ തട്ടി. ആദാമ്യ പാവനിമിത്തം പാപികളായി മാനവരെല്ലാം, ആദാമ്യ പാവനിമിത്തം പാപികളായി മാനവരെല്ലാം, അയ്യത്തി നോഹരിക്കാരായി മാനവരെല്ലാരും. ആദാമ്യ പാവനിമിത്തം പാപികളായി മാനവരെല്ലാം, അയ്യത്തി നോഹരിക്കാരായി മാനവരെല്ലാരും. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ പാപവഴികളെ, ഏറ്റുകൊള്ളീസായേ. എല്ലാവരും പ്രൈസ് ഗോഡ്. മാനവരിൻ രക്ഷയ്ക്കായി ഒരു മാർഗം കർത്താവ് ഒരുക്കിയതും, മാനവരിൻ രക്ഷയ്ക്കായി ഒരു മാർഗം കർത്താവ് ഒരുക്കിയതും, മാനത്തെ മലക്കുകൾ പാടും മാധുര്യ ഗീതങ്ങൾ, മാനത്തെ മലക്കുകൾ പാടും മാധുര്യ ഗീതങ്ങൾ. സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ പാപവഴികളെ, ഏറ്റുകൊള്ളീസായേ. ആമേൻ. പ്രൈസ് ഗോഡ്.
ദുനിയാവിലെ മനുഷ്യരെല്ലാം കർത്താവിൻ നിന്നകർന്നതിനാലെ ഇബ്ലീസിൻ അടിമകളായി ഹലാക്കിലായല്ലോ. ഇബ്ലീസിൻ അടിമകളായി ഹലാക്കിലായല്ലോ. കണ്ണുകൊളി സോദരരെ നിങ്ങൾ കേട്ടോളിൻ, സുവിശേഷം വിട്ടോളിൻ, പാവവഴികളെ ഏറ്റുകൊള്ളീസായേ. മാനവരിൻ പാവമകറ്റാൻ ഈസ പിറന്നീ ദുനിയാവിൽ. മാനവരിൻ പാവമകറ്റാൻ ഈസ പിറന്നീ ദുനിയാവിൽ. ക്രൂശിന്മേൽ മരിച്ചു ഉയർത്തി കൽവിൽ സ്വീകരിച്ചു. ക്രൂശിന്മേൽ മരിച്ചു ഉയർത്തി കൽവിൽ സ്വീകരിച്ചു. സോദരരെ കേട്ടോളിൻ, സുവിശേഷം വിട്ടോളിൻ, പാവവഴികളെ ഏറ്റുകൊള്ളീസായേ. നാമ മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങളോടുകൂടെ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം കുറിച്ച് പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുനരുത്ഥാനം എന്ന് പറയുന്നത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 42 പ്രാവശ്യം വ്യക്തമായി പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. യേശു ക്രിസ്തുവിന്റെ ജനനം കുറിച്ചും യേശു ക്രിസ്തുവിന്റെ മരണം കുറിച്ചും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം കുറിച്ചും അവന്റെ രണ്ടാം വരവ് കുറിച്ചും വളരെ വ്യക്തമായി പഴയ നിയമത്തിൽ പറഞ്ഞ അത്ര പ്രവാചക വാക്കും ക്രിസ്തുവിന്റെ ആദ്യത്തിന്റെ വരവെ കുറിച്ച് പറഞ്ഞതല്ല അങ്ങനെയേ നടന്നു. പക്ഷേ രണ്ടാം വരവിനെ കുറിച്ച് 1500 മേற்பട്ട ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മാത്രമേ പറയപ്പെട്ടിരിക്കുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ 300 മേലെ പറയപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ രണ്ടാം വരവ് മറ്റുള്ളതെക്കാളും 8 മടങ്ങ് വില കൂടിയതായി സുവിശേഷം ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് തിരുവചനം വ്യക്തമായി വെളിപ്പെടുത്തപ്പെടുമ്പോൾ ഇന്ന് പുനരുത്ഥാനം എന്ന അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ആ പുനരുത്ഥാനം നടക്കുന്നത് എന്ന് നിങ്ങളോടുകൂടെ എള്ളുവിളയോടുകൂടെ ദേശത്തോടുകൂടെ തിരുവചനം പ്രസംഗിക്കുവാൻ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയരെ. അതിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിനെ യേശു തന്നെ ആരാണെന്ന് പറഞ്ഞ വചനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 11-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം എന്താ പറയുന്നത്? ഒന്ന് വായിച്ചാട്ടെ. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് എള്ളുവിളയെ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നു. സുരേഷ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനെ രക്ഷിപ്പാൻ യേശുവിന് കഴിയുന്നു. അബ്ബാസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിയനെ രക്ഷിപ്പാൻ യേശുവിന് കഴിയുന്നു. ഏത് മതത്തിൽ നിന്നും ഏത് ജാതിയിൽ നിന്നും ഒരു വ്യക്തിയെ രക്ഷിപ്പാൻ കഴിവുള്ള ഒറ്റ ദൈവമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്ന കർത്താവായ യേശു എന്ന ദൈവം. ഇന്ന് രാത്രി അവനെ അനുഗമിക്കുന്നവനെ ദൈവം അനുഗ്രഹിപ്പാൻ ഇറങ്ങി വന്ന് നിൽക്കുന്നു. ഈ തിരുവചനം നീ ഇവിടെ ഇരുന്നോ, ഈ കൺവെൻഷൻ വേദിയിലിരുന്നോ, അവൻ സൗണ്ടിലെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാലും നിന്റെ രക്ഷയുടെ നേരം അടുത്തായിരിക്കുന്നു. നീ അറിയേണ്ടിയ ദൈവത്തെ അറിയേണ്ടിയ കാലമായിരിക്കുക. ഇന്ന് രാത്രി അവന് വ്യക്തമായി അറിഞ്ഞ് അവനെ ആരാധിക്കണം. അതുപോലെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേറുപെടുന്ന ദൈവ പൈതലെ തിരുവചനം കേൾക്കുവാൻ നിനക്ക് ആക്രാന്തം ഉണ്ടാകണം. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഓടേണ്ടിയ കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇരിക്കേണ്ടിയ കാലമല്ല, ഓടേണ്ടിയതാ. അതുകൊണ്ട് യേശു പറയുന്നു ആൻഡ് റിസറക്ഷൻ, ഞാനാണ് പുനരുത്ഥാനം. ഞാൻ ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിക്കാൻ ഒരിടത്തേക്ക് തൃശ്ശൂരിൽ ഒല്ലൂർ എന്ന് പറയുന്ന ഇടത്ത് സ്വത്രം ഒരു പോലീസ് സ്റ്റേഷൻ ഗ്രൗണ്ടിൽ പ്രസംഗിച്ച ഓർമ്മ വരുന്നു. ഭയങ്കര ക്രൗഡാ, ജനം വചനം കേൾക്കുക. അന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു വോട്ട് കമ്പനിക്കാരനക്ക് എറണാകുളം പോയിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടി. അവരെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും വന്ന് നിൽക്കുക.
ആ സമയം ഒരു സഹോദരി എന്നോട് പറയുക, ഞാൻ ഹൈന്ദവ സഹോദരിയാണ്, എന്നെ കണ്ടിട്ട് ആമേൻ അച്ചോ എന്ന് വിളിച്ചു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിട്ട് ഇവളെ എന്നോട് പറഞ്ഞു, അച്ചോ എനിക്കൊരു ചെറിയ ഡൗട്ട് ചെറുപ്രായത്തിൽ നിന്ന് ഇതുവരെയും ഉണ്ട്, പക്ഷെ ആരും എനിക്ക് ഈ ഡൗട്ട് തീർത്തിട്ടില്ല, മനസ്സിന്റെ അകത്തിരിക്കുന്നു, അച്ഛനോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. സ്വത്രം അവൾ എന്നോട് പറഞ്ഞത്, അച്ചോ ഈ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കുരിശ് ചുമന്ന് നടക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ കുരിശ് ചുമക്കുന്നു, കുരിശിൽ കൊണ്ടുപോയി അടിക്കുന്നതെല്ലാം കാഴ്ച നടത്തുന്നു. പിന്നെ അവിടെ ചർച്ചകളിലെല്ലാം കുരിശ് വെച്ചിട്ടുണ്ട്, പിന്നെ കഴുത്തിൽ വേറെ കുരിശ് വെച്ച് ഇട്ടിട്ട് നടക്കുകയാണ്. അതിന് പകരം യേശു കുരിശിൽ മരിക്കുന്നത് പകരം യേശു കട്ടിലിൽ മരിച്ചാൽ ഇവർ കട്ടിലെടുത്ത് ചർച്ചിന്റെ മകൾ പൊക്കുവോ? ഇവർ കട്ടിലെടുത്ത് കഴുത്തിലിട്ട് നടക്കുവോ? ഇവർ കട്ടിലെടുത്തിട്ട് ആഴ്ചക്ക് വർഷത്തിൽ ഒരിക്കൽ അവനെ തൂക്കിട്ട് നടക്കോ? യേശുവിനെ അടിക്കാൻ കൊണ്ടുപോകുന്നു. എന്റെ നെഞ്ചത്തടിച്ചതുപോലെ ആയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, സാക്ഷാൽ ഈ ഹൈന്ദവ സഹോദരിക്ക് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്താണെന്ന് അറിഞ്ഞില്ല എന്ന്. എന്താ അറിയാത്ത കാരണം എന്ത്? തിരുവചനം എന്താണെന്ന് അറിയാതെ കൊണ്ടാണ് അവിടെ ഇത് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരി, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്റെ നല്ല കാഴ്ചപ്പാട് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് സകല മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി വന്ന യേശു ആമേൻ ഒരു 100 വർഷം ഇരുന്ന് ജീവിച്ച് നല്ല തിന്നു കുടിച്ച് പരുത്ത് നല്ല ശരീരം എല്ലാം വെച്ച് ആമേൻ നല്ല ആയുസ് 100 വയസ്സില് കട്ടിൽ കിടന്ന് മരിച്ച് അവസാനം എല്ലാരും ആമേൻ ബിഷപ്പ് അടക്കം ചെയ്യാനല്ല യേശു ഈ ലോകത്തിൽ വന്നത്. തന്റെ 33 വയസ്സിൽ സകല മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി പൈശാചിന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുപ്പാൻ, അവൻ പാപശാപത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ വേണ്ടി കാൽവാരി കൊലമരത്തെ അവൻ ക്രൂശിൽ ചുമന്നത് ആമേൻ നിന്നെ എന്നെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. അല്ലാതെ കട്ടിലിൽ കിടന്ന് സുഖമായി മരിച്ചിട്ട് ആമേൻ പറഞ്ഞിട്ട് പോകാനല്ല യേശു വന്നത്. ആമേൻ അതുകൊണ്ടാണ് ബൈബിൾ വചനം പറയുന്നു, ആമേൻ എന്താ പറയുന്നു? അപ്പോസ്തലനായ പൗൽ പറയുന്നു, ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മലയാളത്തിൽ പറഞ്ഞ പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവത്തിന്റെ ശക്തി എത്രേ. മനസ്സിലായോ? ഇതറിയാതെ ഇന്നും അന്നും കുറെ നടക്കുന്നുണ്ട്. നിന്നെ ക്രിട്ടിസൈസ് ചെയ്യാനല്ല, നിന്റെ ബോധക്കേട് ഓർത്ത് ഞാൻ കരയുകയാണ്. അവളന്ന് കട്ടിൽ തൂക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ക്രൂശ് എന്തിനു വേണ്ടി അവള് പറഞ്ഞപ്പോൾ ഇതിനാണോ എന്ന് അവള് സുവിശേഷം മനസ്സിലാക്കി. ഇതാണ് കെട്ടുപോകുന്നവർക്ക്, നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം പോഷത്വം എന്ന് പൗലോസ് പറയുന്നത്. ഇന്ന് തിരുവചനം നിന്റെ ഇഷ്ടം പോലെ വടിച്ചു ഉടയ്ക്കാനല്ല തിരുവചനം, മനസ്സിലാക്കി മാനസാന്തരപ്പെടുവാനാണ് ക്രിസ്തു മരിച്ചത്. ഇന്ന് രാത്രി നിത്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് യേശു ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. 1000 ഇന്ന് പുനരുത്ഥാനക്കുറിച്ചും യേശുവിന്റെ ആ ഉയർത്തെഴുന്നേറ്റ ദിവസം ലോകം മുഴുവനും കൊണ്ടാടുന്നു. പക്ഷേ അന്ന് എന്ത് നടന്നെന്ന് നിനക്കറിയോ? ആ സത്യം പറയുവാൻ കഴിയോ? യേശു പറയുന്നു അവന്റെ റിസറക്ഷൻ, ഞാനാണ് പുനരുത്ഥാനം എന്ന് പറയുന്നു. ആമേൻ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ അത് പറഞ്ഞതിന്റെ ഒരു ഇൻസിഡന്റ് ഞാൻ നിങ്ങൾക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെട്ടെന്ന് ഒന്ന് വായിക്കുക. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ എന്താണ് ഇവിടെ പറയുന്നത്? ആമേൻ. യേശു ഉയർത്തെഴുന്നേറ്റു. ആ കല്ലറയെ കാണാൻ വന്ന സ്ത്രീകളോട് അവിടെ ഇരുന്ന ദൂതന്മാർ പറഞ്ഞ വാക്ക് എന്താണ്? വായിച്ചാട്ടെ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. വേഗം ചെന്ന്, പതുക്കെ നടന്നല്ല സുവിശേഷം പറയേണ്ടിയത്, വേഗം ചെന്ന്. ഇത് വേഗത്തിൽ പറയേണ്ടിയതാ. ഈ സുവിശേഷം വേഗത്തിൽ പറയേണ്ടിയതാ. ഇത് ഇരുന്ന് പറയാനോ ആമേൻ പതുക്കെ പറയാനോ സമയമല്ല. ആമേൻ ഓടി പറയേണ്ടിയ സുവിശേഷമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു. ഇത് വേഗത്തിൽ ചെല്ലുക. അതിലെ വിശേഷം പത്രോസിനോട് പറയാ. പത്രോസ് മുമ്പ് യേശുവിനെ നിന്ദിച്ചിട്ട് അവന് ഒരു സൈസായി ആമേൻ തള്ളിക്കളഞ്ഞിട്ട് യേശു ക്രിസ്തുവെ നിന്ദിച്ചു. ആമേൻ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു ഒതുങ്ങിയവനാണ്. അവനോട് പോയി പറ. കാരണം എന്ത്? പത്രോസിനോട് സ്പെഷ്യലായി ദൂതന്മാർ പറഞ്ഞയക്കാൻ കാരണം എന്ത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം ഒരിക്കൽ യേശു ആമേൻ ശീമോനെ നീ പത്രോസാകുന്നു, നീ പീറ്ററാകുന്നു, ആമേൻ നീ പേതുരു തമിഴിൽ പറയുന്നാൽ ആമേൻ കർപ്പാറ അല്ലാതെ പെട്രാസ്, കർപ്പാര തുണ്ടുകൾ ഞാൻ ആമേൻ ഈ കർപ്പാര തുണ്ടുകൊണ്ട് ക്രിസ്തുവാകിയ ഈ പാറമേലെ നിന്നെ കൊണ്ട് എന്റെ സഭയെ പണിയട്ടെ. ഈ വാക്ക് സാത്താന്റെ ആമേൻ ഗോപുരങ്ങൾ ഒരിക്കലും വാതിലുകൾ ഒരിക്കലും ഈ സഭയെ തകർക്കില്ല എന്ന വാഗ്ദത്തം പത്രോസിന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്.
ഈ പത്രോസാണ് അവസാനം അവൻ തല്ലി പറഞ്ഞിട്ട് ഒതുങ്ങി നിൽക്കുന്നത്. എന്നാൽ പുനരുത്ഥാനത്തിന്റെ ഗുഡ് ന്യൂസ് യേശു എന്താ പറയുന്നത്? ദൂതൻ എന്താ പറയുന്നത്? ഈ തിരുവചനം എന്താണ് എള്ളവിളയോട് പറയുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓടിപ്പോയി പറയണം. നീ അടങ്ങി ഒരു ശേഷ ഒടുങ്ങി പതുങ്ങിയിരിക്കേണ്ടതല്ല. നീ ഓടിയില്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് അർത്ഥമില്ലാതെ പോകും. യേശുവെ ഓടി പറയുവാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളണം. അത് എവിടെയാ പോകാൻ പറഞ്ഞു? ഗലിലേയാവുക്ക് നിങ്ങൾക്ക് മുമ്പ്, നിങ്ങളെല്ലാവരും മുമ്പ് അവൻ പോകുകയാണ്. ഗലിലേയ ഈ യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ നിന്ന് അവൻ പറഞ്ഞ സ്ഥലം 80 മൈൽ ദൂരത്തിലായിരിക്കുന്നത്. 80 മൈൽ ദൂരത്തിലിരിക്കുന്ന ഗലിലേയ ഗോഡ്. ഈ തിരുവചനമാണ് പുനരുത്ഥാനത്തിൽ നിന്ന് പ്രസംഗിക്കപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഓടാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത് വേഗത്തിൽ പറയാൻ പറയുന്നത്? ഇത് അണയ്ക്കുവാൻ പുനരുത്ഥാനത്തെ ക്രിസ്തു എന്ന ദൈവം, ഉയർത്തെഴുന്നേറ്റ ദൈവം എഴുന്നേറ്റില്ല എന്ന് അണയ്ക്കുവാൻ സാത്താൻ വേഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. എന്താണ് സാത്താൻ വേഗത്തിൽ പ്രവർത്തിച്ചത്? വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയും ഒന്ന് വായിക്കുവാൻ അപേക്ഷിക്കുന്നു. വായിക്കാം. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അന്ന കായ്ബ ആര്യ സംഘത്തോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് മൂപ്പന്മാരോട് ഒരു ദുരാലോചന നടത്തിയ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ഈ പട്ടാളക്കാരൻ പോയി, സേവകന്മാർ പോയി, അവൻ കാവൽക്കാരൻ പോയി പറഞ്ഞപ്പോൾ അവൻ മഹാപുരോഹിതനും അവന്റെ സംഘമും ചെയ്ത അടവ് എന്താണ്? സാത്താൻ ചെയ്ത അടവ് എന്താണെന്ന് നമ്മൾ ഇന്ന് അറിയണം. നീ ഈസ്റ്റർ കൊണ്ടാടുന്ന മുമ്പ്, നീ പുനരുത്ഥാനം കൊണ്ടാടുന്ന മുമ്പ്, ഉയർത്തുന്ന യേശുവെ പറയുന്ന മുമ്പ് അത് തടസ്സം ചെയ്ത ശക്തി എവിടെയാണെന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. പടയാളികൾക്ക് കണ്ട ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആ ദിവസം തന്നെ പണം ഇറക്കി. ഈ ഇലക്ഷൻ നടത്തിയതുപോലെ ആയി. ആമേൻ. പണമിറക്കി. പുനരുത്ഥാനത്തിന്റെ ആരംഭ ദിവസം പുനരുത്ഥാനത്തെ നശിപ്പിക്കുവാൻ, ക്രിസ്തുവിന്റെ സ്വതന്ത്രപരവും അവന്റെ മരണവും അവന്റെ പുനരുത്ഥാനം ഇല്ലാതാക്കുവാൻ പൊല്ലാതെ സാത്താൻ, ലോകത്തിന് അധിപതി, മഹാപുരോഹിതനായ ആമേൻ അന്നാകായ്ബയുടെ അകത്ത് കയറി മൂപ്പന്മാരും ചേർന്ന് പടയാളിയും ചേർന്ന് ഒരു പണമിറക്കി ഒരു കളി നടത്തുകയാണ്. എന്താണ്? തുടർന്ന് വായിച്ചാട്ടെ. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്നു. അവർക്ക് ശിഷ്യന്മാർ രാത്രി വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി. ഇതാണ് പുതിയ നൂതനം. യേശു ഉയർത്തെഴുന്നേറ്റ് ഇല്ല എന്ന് പറയാനാണ് ഇറക്കിയത്. കണ്ടോ? ഇന്ന് നമ്മളെല്ലാരും സന്തോഷിക്കുക. പക്ഷെ അതെല്ലാം നടന്നത് എങ്ങനെയാ ജയിച്ചതെന്നറിയോ? വേഗത്തിൽ ഓടിയത് കൊണ്ട്. 80 മൈൽ ദൂരത്തിലുള്ള ഗലിലേയാവുക്ക് ഒരു ഓട്ടം ആവശ്യം. കയ്യെത്തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് വേഗത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഉയർത്തി കാട്ടുവാൻ ആർക്ക് കഴിയുമെങ്കിൽ അവന്റെ പുനരുത്ഥാനം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഏത് ശക്തിയും തടസ്സം ചെയ്യാൻ കഴിയുകയില്ല. സാത്താൻ എടുത്ത അടവുതാ. ദൂതന്മാർ മനസ്സിലായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ ഗലിലേയാവുക്ക് നടന്നു വരിക. നീ ഇവിടെ ഇരുന്ന് എന്താണ് കൊണ്ടിരിക്കുന്നത്? ഓടവിടെ. ഇത് വ്യക്തമായി ഒന്ന് വായിച്ചാട്ടെ. ആ വചനം വീണ്ടും വന്ന് വായിച്ചാട്ടെ. തുടർന്ന് വായിക്കുക. നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തി എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ചു. ഇനി അവനെങ്കിൽ നാടുവാഴിയോ പിലാത്തോ അവന്റെ അപ്പനോ ചോദിച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. നിങ്ങളെ ഞങ്ങൾ അവിടുന്ന് വിടുവിച്ചു കൊള്ളാം. നല്ല മിലിറ്ററി ഗ്രൂപ്പ്. ശരി. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ യഹൂദന്മാർ രക്ഷയ്ക്ക് തടസ്സം ചെയ്ത് ഇന്ന് വരെ ക്രിസ്തുവിനെ ഈസ എന്ന ദൈവത്തെ ഏറ്റെടുക്കാതെ പറ്റാതെ ആ ജനങ്ങളുടെ ഹൃദയം കുരുട്ടാട്ടമായി മാറ്റിയത് ഈ ദുഷ്ടന്മാരുടെ ഉപദേശമല്ലേ? അവൻ തമ്മിൽ അടിവാങ്ങി ചാകേണ്ടിയ ഗതി വരും. ഇവൻ പുനരുത്ഥാനം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന ചെയ്തി കേട്ടാൽ അവൻ പുരോഹിതന്റെ തലയ്ക്കല്ലേ അടി വീഴുന്നത്? പണം കൊടുത്ത് അടക്കി, പണം കൊടുത്ത് പ്രസംഗം, ദുരുപദേശം, പണം കൊടുത്ത് നടത്തുന്ന അടവ്, ഇങ്ങനെ തുടങ്ങിയത് ഇന്നാൾ വരെയും അത് പ്രവർത്തിക്കുന്നതിനാൽ ക്രിസ്തു എന്ന ദൈവം വന്നിട്ടില്ല എന്ന് പറയുന്ന ദുഷ്ടക്കൂട്ടത്തിന്റെ ശക്തികളും ഉയർത്തെഴുന്നിട്ടില്ല എന്ന് പറയുന്ന ദുഷ്ട ആത്മാവിന്റെ ശക്തി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്.
പക്ഷേ അത് മറികടന്ന് നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവൻ ഉയിരോടെ ഉണ്ടെങ്കിൽ നീ അതറിയണമെങ്കിൽ, നീ അവനെ അറിയണമെങ്കിൽ, അറിയേണ്ട വിധത്തിൽ യേശുവിനെ അറിയണമെങ്കിൽ അവൻ യു ഗോ ടു ഗലിലീ, നീ ഗലിലയാവുക്ക് പോകണം. ഇതാണ് തിരുവചനം നിന്നെ എന്നെ വിളിച്ച് അവൻ വാണിംഗ് ചെയ്യുന്നത്. കാരണം അവൻ മഹാപുരോഹിതനും കൂട്ടം മാത്രമല്ല യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറഞ്ഞത്. മഗ്ദലേന മരിയാൾ എന്ത് പറഞ്ഞു? അവളുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്ക്. യോഹന്നാൻ 20:13. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു കല്ലറയിൽ വന്ന്, യേശു ഇരുന്ന കല്ലറ നോക്കുക, കല്ലറയില്ല, ദൂതന്മാരിക്കുന്നു. ഇവിടെ നിന്ന് മഗ്ദലേന മരിയാൾ കരയുക. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അവനെ എവിടെ വെച്ചിരിക്കുന്നു. കണ്ട, മഗ്ദലേന മരിയാളുടെ വായിൽ വന്ന സ്റ്റേറ്റ്മെന്റ് യേശുവിനെ എടുത്തുകൊണ്ടുപോയി. ഇവരാണ് സുവിശേഷം കൊണ്ട് ഇനി യേശുവിന്റെ പുനരുത്ഥാന ലോകം അറിയാൻ പോകുന്നത്. ആദ്യ സുവിശേഷം പറയാൻ ഇറങ്ങി വന്നവളുടെ വായിൽ കിട്ടിയത് പറയും യേശുവിനെ ആരാ എടുത്തുകൊണ്ടുപോയത്. പുരോഹിതന്മാരുടെ അതേ സ്പിരിറ്റ് ഇവിടെ കയറിയിരിക്കാം മഗ്ദലേന മരിയാൾക്ക്. യേശുവിനെ ആരാ എടുത്തിട്ട് പോയത്? സോ ഇത്ര വലിയൊരു ക്രിസ്തുവിന്റെ ഉപദേശം മറുതലിക്കപ്പെടുവാൻ സാത്താന്റെ അടവുകാണ്. അവൾ കരയാണ് കല്ലറയിൽ. ഞാൻ ഈ പ്രസംഗം പ്രിപ്പയർ ചെയ്യുമ്പോൾ തമിഴിൽ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വന്നു. അന്ന് എത്ര സുബോധത്തോട് ആ പാട്ട് പാടിയെന്ന്. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്താണ് ആ പാട്ട് தெரியுமா? യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം കുറിച്ച് പാടുന്ന പാട്ട്. എല്ലാവരും ചേർന്ന് കൈയടിച്ച് പാടാം. ഗീതം ഗീതം ജയ ജയ ഗീതം കൈതട്ടി പാടിടുവോ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം കൈകൊട്ടി പാടിടുവോ. യേശുരാജൻ ഉയർത്തെഴുந்தார் ഹല്ലേലൂയ ജയമെന്ന് ആർപ്പരിപ്പോ. യേശുരാജൻ ഉയർത്തെഴുந்தார் ഹല്ലേലൂയ ജയമെന്ന് ആർപ്പരിപ്പോ. ഗീതം ഗീതം ജയ ജയ ഗീതം കൈകൊട്ടി പാടിടുവോ. യേശുരാജൻ ഉയർത്തെഴുந்தார் ഹല്ലേലൂയ ജയമെന്ന് ആർപ്പരിപ്പോ. യേശുരാജൻ ഉയർത്തെഴുந்தார் ഹല്ലേലൂയ ജയമെന്ന് ആർപ്പരിപ്പോ. എല്ലാ കൈയടിച്ച് സാത്താനുടെ ശക്തിയെ തകർക്കുവാൻ കൈയടിച്ച് ആരാധിച്ചാട്ടെ. എല്ലാ കൈയടിച്ച് கல்லறை மூடின பெருங்க உரண்டு நோடுது பாரத கல்லறை மூடின பெருங்க உரண்டு நோடுது அங்கு போட்ட மூத்திர காவலில் இருக்குமோ தேவபுர சன்னதி. அங்கு போட்ட மூத்திரை காவல் இருக்குமோ தேவபுர சன்னதி. ഗീതം ഗീതം ജയ ജയ ഗീതം കൈകൊട്ടി പാടിടുവോ. ഹല്ലേലൂയ. ഗീതം ഗീതം ജയ ജയ ഗീതം കൈകൊട്ടി പാടിടുവോ. യേശുരാജൻ ഉയർത്തെഴുந்தார் ഹല്ലേലൂയ ജയമെന്ന് ആർപ്പരിപ്പോ. യേശുരാജൻ ഉയർത്തെഴുந்தார் ഹല്ലേലൂയ ജയമെന്ന് ആർപ്പരിപ്പോ. வேண்டாம் வேண்டாம் அழுதிட வேண்டாம் ஓடி உரைத்திடுங்க. കല്ലറയിൽ നിന്ന് കരയുക, വർഷത്തിൽ ഒരിക്കൽ ക്രിസ്തുവിനെ ക്രൂശിൽ അടിക്കുക, പിന്നെ കല്ലറയിൽ പോയി മെഴുകുതിരി വെക്കുക, കുന്തുരിക്ക സാമ്പ്രാണി വെക്കുക. ഇന്ന് മാനസാന്തരപ്പെടണം. വേണ്ടാം വേണ്ടാം അഴുതിട വേണ്ടാം ഓടി ഉറയിട്ടിടുക. എല്ലാ കൈയ്യും വേണ്ട വേണ്ട അഴുതിട വേണ്ടാം ഓടി ഉറയിട്ടിടുക. താമ്പൂരിന മാമரை കനകൽ ഓകൽ കലിലയാവുക. താമ്പൂരിന മാമரை കനകൽ ഓകൽ കലിലയാവുക. 80 മൈൽ എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇടുപ്പ് ഒടിഞ്ഞാലും ഓടണം. കയ്യപ്പൊക്കി പുനരുത്ഥാനം എന്നാൽ അതാണ് അർത്ഥം. ഇവിടെ ഓടാൻ കഴിയാത്തവണ മണ്ണിന്റെ പ്രതിമ ധരിച്ച് പറക്കാൻ നിൽക്കുന്നത്.
മര്യാദയ്ക്ക് തിരുവചനം അനുസരിച്ച് ക്രിസ്തുവിനെ പുനരുത്ഥാനത്തെ എപ്പോഴും പ്രസംഗിക്കുവാൻ നിന്റെ നാവ് തുറക്കണം. വേണ്ട വേണ്ട അഴുതിട വേണ്ട ചെത്ത ആരാധന വിട്ടു ആജീവനുള്ള ആരാധനയ്ക്ക്. യേശു ആരാധനയിൽ ഇല്ല. ഇന്ന് മരണമും അവൻ സ്വന്തം ലോകത്തിന്റെ അടുത്ത് വേഷമാണോ, അവിടെ നിന്ന് കരച്ചലാണോ? എല്ലാം വിട്ടിട്ട് ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ പുനരുത്ഥാനം ക്രിസ്തു ഗലീലയ്ക്ക് പോകാൻ പറഞ്ഞതിന്റെ സീക്രട്ട് എന്താണെന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവെ ആരാധിപ്പാൻ. അന്നകായ്വ ആരിയ സംഘം അതിരടി കൊള്ളുകിന്നാർ എല്ലാ കൈയ്യേ. അന്നകായ്വ ആരിയ സംഘം അതിരടി കൊള്ളുകിന്നാർ. இந்த பூதகணங்கள் இடிமொழி கண்டு பயந்து நடுங்குகின்றார். இந்த பூதகணங்கள் இடிமொழி கண்டு பயந்து நடுங்குகின்றார். இந்த பூதகணங்கள் இடிமொழி கண்டு பயந்து நடுங்குகின்றார். இந்த பூதகணங்கள் இடிமொழி കണ്ട് பயந்து നടുங்குകിന്റാർ. ബൈബിൾ പറയുന്നു ഗലീലയ്ക്ക് ഓടാൻ പറഞ്ഞത് വളരെ വ്യക്തമായി തിരുവചനം പറയുന്നുണ്ട്. അവൻ 500ക്കും മേற்பട്ടവർക്ക് ദർശനം കാട്ടി. അതും ശിഷ്യന്മാരെല്ലാരും അങ്ങനെ തന്നെയായിരുന്നു. സ്ത്രീകൾ മാത്രമല്ല, യേശുവിനെ എവിടെ എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. അടുത്തത് യേശു അവൻ മരിയാളെ വിളിച്ചപ്പോഴാണ് റബ്ബൂനി എന്ന് പറഞ്ഞു ഓടുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവെ അവൾ മഗദലേന കാണുകയാണ്. എന്നാൽ അന്നേ ദിവസം അവൻ എമ്മാവൂരിൽ പോയ ശിഷ്യന്മാരെ കുറിച്ച് എന്താ പറയുന്നത്? യെരൂശലേം വിട്ട് എമ്മാവൂർ പോയവൻ എന്താ പറഞ്ഞത്? യേശു അടുക്കെ ഒരു വഴിപ്പോക്കനെ പോലെയാണ് കൂടെ പോയത്. തിരുവചനം പറയുന്നത് എന്താ ഇവർ സുവിശേഷം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറയാൻ പോകുന്നു. യേശു അടുത്ത് ഒരു വഴിപ്പോക്കനെ പോലെ കേട്ടു പോവുകയാണ്. യേശുവിന്റെ അടുത്ത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കഥയവന്മാർ പറയുന്നു. നിങ്ങൾ അത് വായിച്ചാൽ അവൻ യേശു അവരെ എന്താ പറഞ്ഞത്? മന്ദ ഹൃദയമുള്ളവരെ പുനരുത്ഥാനത്തെ തടസ്സം ചെയ്യാൻ സാത്താൻ നിന്നെയും അഭിഷേകിച്ചാടാൻ, നിനക്കകത്തും സ്വാതം കെട്ടുപോയാടാൻ. വായിച്ചാട്ടെ ലൂക്കോസ് 24 ആരംഭത്തിൽ നിന്ന് വായിച്ചാട്ടെ ഇടയ്ക്കാലത്ത്. അയ്യോ ബുദ്ധിഹീനരെ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞതുപോലെ എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വായിൽ ആദ്യം കിട്ടിയത് ചെവിട്ടത്തടിയ. സുവിശേഷം പറയേണ്ടിയവൻ, പുനരുത്ഥാനത്തെ കുറിച്ച് പറയേണ്ടിയവൻ അവൻ അവിടെ കഥ വിടുകയാണ്. നിങ്ങൾക്കറിയില്ലേ ഒരു യേശു ഞാൻ യഹൂദന്മാരെ രക്ഷിക്കാമെന്ന്, യഹൂദന്മാർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാമെന്ന്, പട്ടണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളെല്ലാവരും കരുതിയിരുന്നു. അപ്പൊ എന്താ അവന്റെ വെളിപ്പാട് എത്ര ലക്ഷണത്തിൽ ഇരുന്നിരിക്കുന്നവർ ഞങ്ങളെല്ലാരും വിചാരിച്ചു കൊണ്ടിരുന്നു. എങ്ങനെയും ആമേ ഈ യഹൂദന്മാരെ ആമേ മറ്റവന്റെ പിടിയിൽ നിന്ന്, പിലാത്തോസിന്റെ ആ റോമ പിടിയിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ മെസ്സിയാവ് ഇവൻ തന്നെ മെസ്സിയാവ് ഞങ്ങളും കരുതി. പക്ഷേ അവനെ പുരോഹിതന്മാരെല്ലാരും ചേർന്ന് അടിച്ചു കൊന്നുകളായി. പിന്നെയോ യേശു ചോദിക്കാം, പിന്നെ എന്താ? എല്ലാവരും സ്ത്രീകൾ കണ്ടു എന്ന് പറയുന്നുണ്ട്, പക്ഷെ കണ്ടതുപോലെ ഞങ്ങൾക്കകത്തൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് യേശു എന്താണാ നടക്കുന്നേ? ദുഷ്ടൻ പടയിറക്കി ഉപദേശത്തെ എടുത്തുകൊണ്ടിരിക്കുക. സാത്താന്റെ അടവ് ഭയങ്കരമായിരിക്കുന്നു. നിങ്ങളെ വിശ്വാസിച്ചല്ല രക്ഷയ്ക്ക് വേണ്ടി പിതാവ് അയച്ചത് എന്നെ ഇവിടെ വാടാനകത്ത് പോയി അപ്പം വിട്ട് കണ്ണു തുറന്നു. കയ്യെത്തട്ടി ദൈവത്തെ സൂചിച്ചാട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു. ഇതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1:3 അനേക ദൃഷ്ടാന്തങ്ങളെ കാണിച്ച് അവരെ രക്ഷിക്കേണ്ട ഗതി വന്നു. കാരണം ദുരുപദേശം സ്പീഡായി പറഞ്ഞു. ദുരുപദേശം സ്പീഡായി. ദുരുപദേശം പണം കൊടുത്തത് പണം 10 ചെയ്യും, പണം പാതാളം വരയ്ക്കും പായും. ഇപ്പൊ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ പണം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. മഗദലേന മരിയാളുടെ വായിൽ വേറെയായിരുന്നു, ഇതാ ശിഷ്യന്മാരുടെ വായിൽ വേറെയായിരുന്നു. ഇത് 10 പേര് വന്ന് ചേർന്നു. അറ്റൻഡ് എപ്പോഴും കൂട്ടത്തിൽ ഒറ്റ ഇല്ലാതെ പോകുമല്ലോ, അത് ഒരു സ്പിരിറ്റ് ആണ്. അത് തോമ അന്ന് ഇല്ല. 10 പേര് പേടിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറയാതെ മുറിന്റെ അകത്ത് കിടന്നു. ബൈബിളിൽ പറയുകയാണ്, ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 20:19. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച്. ഇവന്മാരോടാണ് ദൂതന്മാർ പറഞ്ഞ ഓടറാ, എഴുന്നേറ്റ് ഓടറാ, മുറിയെ വിട്ട് ഇറങ്ങടാ, കല്ലറ വിട്ട് ഓടറാ.
എമ്മാവൂർ സീഡന്ന് കഥ വിട്ട് നടക്കാതാ ശിഷ്യന്മാരാടാ നിങ്ങൾ, പോടാ മറുപടി യെരുസലേമിലേക്ക്. ഒന്ന് മനസ്സിലായോ? തിരുവചനത്തിന്റെ രഹസ്യം മനസ്സിലായോ? പുനരുത്ഥാനമായ ക്രിസ്തു ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റി എന്ന ഉന്നത സത്യത്തെ മറുതലിപ്പാൻ സാത്താൻ എടുത്ത അടവ് വേഗമാകുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ വിശ്വാസിച്ചു. നിന്നെ എന്നെയും ഇന്നും അവൻ വിശ്വാസിച്ച് ജീവനോട് വച്ചിരിക്കുക. ഇത് പറയണം. ഇത് പറഞ്ഞില്ലെങ്കിൽ മണ്ണിന്റെ പ്രതിമ ധരിച്ച നീ സ്വർഗീയന്റെ പ്രതിമ ധരിക്കാൻ നിനക്ക് ചാൻസ് ഇല്ലാതെ പോകും. ഇത് വേഗത്തിൽ പറയണം, ഓടി പറയണം. പാതാളത്തിൻ ഗോപുരങ്ങൾ അത് നശിപ്പിച്ച് കളയുന്ന മുമ്പ് ജയിച്ചു ഓടണം. അപ്പോ പേടിച്ചിരുന്നവരും ആമേൻ എല്ലാ വിധത്തിലും ഇവരടുത്ത് പോയി യേശു എന്താ ദൃഷ്ടാന്തം കാണിച്ചു എന്നല്ലേ പ്രവൃത്തി പുസ്തകം പറയുന്നത്. എന്താ ദൃഷ്ടാന്തം? ഇപ്പൊ യേശു പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ അടുത്ത് പോയി, മക്കളെ 10 പേര് അവിടെ ഇരിക്കാം, തോമ ആബ്സെന്റ്, 10 പേര് അവിടെ ഇരിക്കാം, മക്കളെ എന്റെ കൈ നോക്കടാ, ഞാൻ ഉയർത്തെഴുന്നേറ്റു, എന്റെ കാല് നോക്കടാ, ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഇപ്പോഴാണ് എനിക്ക് ഒന്ന് പിടികിട്ടിയത്. യേശുവെ ക്രൂശിൽ അടിക്കുമ്പോൾ 2 കള്ളന്മാരെ കാലം വെട്ടി. അത് പ്രാപസ്യം നിവർത്തി ചെയ്യുവാൻ വേണ്ടി യേശുവിന്റെ കാല് വെട്ടിയില്ല. അന്ന് യേശുവിന്റെ കാല് വെട്ടിയെന്ന അന്നേ സുവിശേഷം ഔട്ട്. കയ്യെത്തട്ടി ദൈവത്തെ സൂചിച്ചാട്ടെ, പ്രൈസ് ദി ലോർഡ്. എന്റെ കാല് നോക്കണ യേശു പറയാൻ പറ്റില്ല, ഭൂതമായി പോകും യേശു. അപ്പൊ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ദൃഷ്ടാന്തങ്ങളെ കാട്ടാൻ വേണ്ടി ഗതി വന്നു. ശിഷ്യന്മാര് കാണിച്ചു, അതിലെ ഒരു ശിഷ്യൻ ആബ്സെന്റ്. അതുകൊണ്ട് 8 ദിവസം കഴിഞ്ഞ് വീണ്ടും അന്വേഷിച്ചു വന്നു. ആമ തോമ അവൻ പറയുക, യേശുവിന്റെ കയ്യ നീ കണ്ടോ, കാല് നീ കണ്ടോ, ക്രൂശുമരണത്തിന്റെ അനുഭവം കണ്ടോ? പിന്നെയോ, ഞാനേ ദ്വാരത്തിൽ എന്റെ കൈ വിട്ട് ഒരു കുത്തുകൂടെ കുത്തിയാലേ ഞാൻ വിശ്വാസിക്കുള്ളൂ. വീണ്ടും വീണ്ടും മുറിവിൽ കുത്തരുത്, ബന്ധപ്പുണ്ണിൽ വേല് നുഴയുന്ന ജോലി ഇന്നോടെ നിർത്തണം. ഇവനക്ക് അങ്ങനെ തോന്നിയപ്പോൾ യേശു പറഞ്ഞു, കണ്ട് വിശ്വാസിക്കുന്ന കാണാവുന്ന വിശ്വാസിക്കുന്ന ഭാഗ്യവാൻ മോനെ, നീ ഈ വേല് കുത്തുന്നത്, ഈ ഈട്ടി കുത്തുന്നത് എങ്ങനെ എൻ്റെ വിലാവിൽ കുത്തണമെന്ന് നിനക്ക് താല്പര്യം പോടാ തന്നെ. ഇന്ത്യ ദേശത്തിൽ ഒറ്റ കുത്താൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അവ സുവിശേഷമായി വന്നു, കറങ്ങി, അങ്ങനെ ഗോവ എല്ലാം കറങ്ങി സുവിശേഷം പറഞ്ഞ അത്ഭുത അടയാളങ്ങളെല്ലാം ചെയ്ത തോമസ് അവസാനം ഇങ്ങനെ കന്യാകുമാരിയും കറങ്ങി ആമേ പറങ്കി മല എന്ന് പറയുന്ന സെയിന്റ് തോമസ് മൗണ്ട് എന്ന് പറയുന്ന മദ്രാസിലേക്ക് പോയപ്പോൾ ഈ ഈട്ടി വെച്ച് കുത്തിയ ഇടത്തിൽ കൈനോട് വിട്ടു നോക്കിയവനെ ഈട്ടിയുടെ വില എന്താണ് കാണിച്ചു കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയരെ. ഇന്ന് രാത്രി അവിശ്വാസികളായല്ല വിശ്വാസികളായി പ്രവർത്തിക്കണം. ഇപ്പോൾ തോമസ് വിശ്വാസിയായിരിക്കുന്നു, അതുകൊണ്ടാണ് ഈട്ടിയേറ്റത് ക്രിസ്തുവിന് വേണ്ടി. വിശ്വാസം കുറയാതെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ അവൻ വേർപാട് ആവശ്യമാണ്. പുനരുത്ഥാനം എന്നാൽ പല വിധത്തിലും അവൻ പുനരുത്ഥാനമുണ്ട്. ക്രിസ്തുവാണ് ആദ്യത്തെ പുനരുത്ഥാനം. അവൻ ആദ്യ ഫലൻ. അത് കഴിഞ്ഞിട്ട് വരിസയിൽ അവൻ എഴുന്നേൽക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ ഞാൻ എല്ലാം പറയുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച 3 സംഭവത്തിനെയും ഈ ക്രിസ്തുവിന്റെ 2ാം വരവിന്റെ രഹസ്യമെന്ന് ഉറപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ആമേൻ. ക്രിസ്തു എന്താ പറയുന്നത്? ആമേൻ. ഒന്ന് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. 3 പേരെ വ്യക്തമായി പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ 3 പേരുണ്ട്. അതിനെ ഞാൻ ഇനി എപ്പോഴെങ്കിലും പ്രസംഗിക്കണമെന്ന് ഒരു താല്പര്യമുണ്ട്, അതെയും കൊണ്ടുവന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി. പക്ഷെ പുതിയ നിയമത്തിൽ തെസ്സലോനിക്കർക്ക് പൗലോസ്, അവൻ പുറജാതികൾ, ആമേൻ, മറ്റുള്ള യൂതന്മാർ ഇവരുടെ ഇടയിലെ ഭയങ്കര കുഴപ്പമുണ്ടാകുമ്പോൾ ആ തെസ്സലോനിക്ക സഭയിൽ ആമേൻ ദൈവത്തിന്റെ വരവിന് ഒരുക്കുവാനുള്ള ഉപദേശം അവർക്ക് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൗലോസ് എഴുതിയ ഒരു വചനമാണ് ഇവിടെ. തെസ്സലോനിക്കർ 4:10 കൂടെ വായിച്ചാട്ടെ പെട്ടെന്ന്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? കർത്താവ് എഴുന്നേറ്റു വരുന്നതാണ്. എങ്ങനെയാ വരുന്നത്? കാഹളനാദ ശബ്ദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. ഗംഭീരനാദം, അതാണ് ഗംഭീരനാദം എന്ന ജയഘോഷം എന്നാണ് അതിന്റെ അർത്ഥം. ജയശബ്ദം, മരണത്തിന്റെ ശബ്ദമല്ല, നാശത്തിന്റെ ശബ്ദമല്ല, പുലമ്പലിന്റെ ശബ്ദമല്ല, ജയിച്ചവനായി പുറപ്പെടുന്നു. ജയം കൊള്ളുന്നവനെ വിളിക്കാൻ വരുന്നു. ആമേൻ. അതാണ് ആമേൻ, സ്തോത്രം, ആ നാദത്തിന്റെ മർമ്മം. അപ്പൊ ദൂതന്മാർ പോയതുപോലെ, മേഘത്തിൽ ക്രിസ്തു എടുക്കപ്പെട്ടതുപോലെ വീണ്ടും യേശു മേഘത്തിൽ വെളിപ്പെടുന്നത്. ആ വചനം ഇവിടെ കൊണ്ടുവരുന്നത്.
ഇത് രഹസ്യ വരവിനെ കുറിച്ച് പറഞ്ഞതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ നമ്മ അപ്പോസ്തലർ 1-ാമത്തെ അധ്യായം 10-11 വചനം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലർ 1:10-11 പെട്ടെന്ന് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം ആകാശത്തിൽ ഉറ്റുനോക്കിയാണ്. 40 ദിവസം ദർശനം കാണിച്ചു, എല്ലാ ജയം കൊടുത്തു. 500ക്ക് മേற்பട്ടവർക്ക് ഒരേ നേരത്തിൽ ദൈവം വലിയൊരു കൺവെൻഷൻ മീറ്റിംഗ് നടത്തി താൻ ദൈവമെന്ന് നിരൂപിച്ചു. അവന്റെ വേല ജയിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇവര് അധികാരം കൊടുത്ത് നീ സകല ജനങ്ങളെയും സകല ജാതികളെയും എനിക്ക് ശിഷ്യന്മാരാക്കി ഒരു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്കുവാൻ കൽപ്പിക്കുന്നു. ആ കൽപ്പന കൊടുത്ത് സ്വതന്ത്രം ദൈവം മലയിൽ നിന്ന് അവർക്ക് ദർശനം കാട്ടിയ അവൻ എഴുന്നേറ്റ് പോകുന്നു, മേഘത്തിൽ എടുത്തുകൊള്ളപ്പെടുന്നു. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മേഘത്തിൽ എടുത്തുകൊള്ളപ്പെടുന്നു. വായിച്ചാട്ടെ. ആകാശത്തിലേക്ക് ഉറ്റു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 വീണ്ടും കല്ലറയിൽ ദൂതന്മാർ പറഞ്ഞ പോലെ ഇപ്പോ യേശുവിന്റെ ആ ഉയർത്തെഴുന്നേറ്റ് പോകുന്ന നേരത്തും ദൂതന്മാർ പറയുകയാണ് അടുത്ത് നിന്ന് അവരുടെ അടുക്കൽ നിന്ന് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നിങ്ങൾ ആകാശത്തിൽ നോക്കി നിൽക്കുന്ന നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പൊ ഈ വചനം അല്ല കേട്ടോ തെസ്സലോനിക്കർക്ക് ഇവിടെ പൗലോസ് പറഞ്ഞത്. ഇത് രഹസ്യ വരവ്. ഇപ്പൊ പറഞ്ഞത് പരസ്യ വരവിന്റെ രഹസ്യമാണ്. പരസ്യവരവ് എന്ന് പറയുന്നതിന്റെ കാര്യം നമുക്ക് വായിക്കാം വചനത്തിൽ. അത് ഞാൻ പിന്നീട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു 3 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, അതിൽ 2 പേര് രഹസ്യവരവയും ഒരാള് പരസ്യവരവിന്റെ മർമ്മമാണ്. യേശു പറയുക റിസറക്ഷൻ, ഞാനാണ് പുനരുത്ഥാനം, ലൈഫ്, ഞാനാണ് ജീവൻ. എന്നാൽ യേശു താൻ പുനരുത്ഥാനം, താനാണ് പുനരുത്ഥാനം ജീവൻ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതല്ല, പ്രവൃത്തിയിൽ കാണിച്ചു. അത് കാണിച്ചതിന്റെ അടയാളമാണ് 3 പേരിലും. ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ലാസറുവിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് വരിക. യോഹന്നാൻ 11-ാമത്തെ അധ്യായത്തിൽ വായിച്ചാട്ടെ. ലാസറുവിന്റെ ചരിത്രത്തിൽ എന്താ പറയുന്നത്? യേശു കണ്ണുനീർ വാർത്തു. ഇപ്പൊ 100% അവിടെ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും 100 ആയിരുന്നു. അല്ല, മാറ്റമില്ലാതിരുന്നു. അതുകൊണ്ടാണ് തന്റെ സ്നേഹിതൻ മരിച്ചപ്പോൾ കരഞ്ഞു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന ഇവനെ മരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് അപ്പോസ്തലന്മാരാകരുത്, ഇവൻ മരിക്കാതിരിക്കാൻ. ഇത് ഇവരില്ല പറഞ്ഞത്, കുറെ ശിഷ്യന്മാരിൽ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ സുഖമില്ലാതിരിക്കാന്ന് യേശു കേട്ടപ്പോ യേശു പോകാതെ അവിടെ ഇരുന്നു. അപ്പൊ യേശു വന്നിരുന്ന അവൻ സൗഖ്യമാകും. പക്ഷെ എന്തിന് യേശു പോയില്ല? മേട്ടർ അറിയാതെ ശിഷ്യ ഒരുത്തൻ പറയുക, ഇപ്പൊ മരിച്ചെന്ന് ന്യൂസ് കേട്ടപ്പോ യേശു വാ നമുക്ക് പോകാം ലാസറിന്റെ അടുത്ത്. അപ്പോൾ ആ ഒരുത്തൻ പറയും, നമ്മളും ചേർന്ന് മരിക്കാൻ പോകാം എന്നാണ് അവൻ അവിടെ പറയുന്നത്. അത് ഇവൻ ശിഷ്യന്മാരിൽ ഒരുത്തനെ ഇത് പറയുമെങ്കിൽ മറ്റവനും പറയില്ലയോ, ഇവൻ ഉയിരോടെ വെക്കാൻ എത്രയോ സ്നേഹിച്ചവനെ എന്തുകൊണ്ട് അവനെ മരിച്ച് കല്ലറിന്റെ അകത്താക്കിയത്? മാർത്താൾ പറഞ്ഞല്ലോ. ഞാൻ ഒരു പാട്ട് പാടാറുണ്ട്. 4 നാളായിട്ടേ நம்பிக்கை வீடாதே அவன் பிழைப்பான் என்றார். கவலைப்பட்டார் இயேசு கண்ணீர் விட்டார். மரித்தவன் உயிர்த்து எழ செய்தார். வருத்தப்பட்டு வர சுமப்பவரே வருவீர் இயேசு வந்தை இளைப்பாரே. வருத்தப்பட்டு வர சுமப்பவரே வருவீர் இயேசு வந்தை இளைப்பாரே. മാർത്ത പറയാ, 4 നാളായിട്ട് 4 days ആയിച്ചേ നാറുമേ യേശുവേ. ആമേൻ. മരിയാളുടെ വാക്ക്, അവന്റെ പാദത്തിൽ നിന്നുള്ള വാക്ക്. ജീവിക്കുന്നവൾ എങ്ങനെയാ? ലോകത്ത് കറങ്ങുന്നവൾക്ക് വായിൽ മുഴുവൻ നാറ്റമേ വരുള്ളൂ. മരിച്ചവന്റെ കഥ. പക്ഷെ പുനരുത്ഥാനത്തിന്റെ മർമ്മം മനസ്സിലാക്കണം. അപ്പൊ മരിയാൾ യേശുവിന്റെ അടുത്ത് മാർത്താൾ മരിയാൾ നിൽക്കുമ്പോൾ യേശു കല്ല പുരട്ടാൻ പറഞ്ഞു. കല്ല പുരട്ടിയപ്പോൾ ലാസറുവേ വെളിയെ വാ എന്ന് വിളിച്ചു. ഇത് എന്തിനു വേണ്ടി? ഈ ഇൻസിഡന്റ്. അവൻ സുഖമില്ലാതിരിക്കുമ്പോഴേ യേശു വന്നിരിക്കണം.
മറ്റുള്ളവർ ഇതുപോലെ നിന്ദ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ശിഷ്യന്മാർ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, നാട്ടുകാർ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, യോഗ്യം പറയുന്നവൻ ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ട് മരണത്തിലേക്ക് യേശു ഏൽപ്പിച്ചതെന്നാൽ ഇവിടെയാണ് തെസ്സലോനിക്കർക്ക് പൗലോസ് പറഞ്ഞത് എന്തെന്നാൽ ക്രിസ്തുവിൽ മരിച്ചവൻ ആദ്യം എഴുന്നേക്കും. മനസ്സിലായോ? ഇത് നിവർത്തി ചെയ്യണം. ഞാനാണ് പുനരുത്ഥാനം പ്രസംഗം ചെയ്യാനല്ല, വായിച്ചവിടാൽ വിടാനല്ല യേശു വന്നത്, അത് ചെയ്ത് കാട്ടണം. കയ്യപ്പയ്ക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, പ്രൈസ് ദി ലോർഡ്. ഞാനാണ് ഞാനാണ് പുനരുത്ഥാനം എന്ന് പ്രസംഗിച്ച യേശു കല്ലറയിന്റെ അകത്ത് ഒരുത്തനാക്കി, താൻ സ്നേഹിച്ചവനെ അതിന്റെ അകത്താക്കി. ആമേൻ. 4 ദിവസം അകത്താക്കി. പിന്നീട് യേശു വന്ന് കല്ലെ പുരട്ടി. ഇപ്പോ ലാസറുവേ പുറത്തേ വാ എന്ന് വിളിച്ചു. കാഹള സത്തം എന്ന് പറയുന്നത്, കാഹള സത്തം അമ്മ മോശയോട് ദൈവം സംസാരിക്കുക കാഹള സത്തം പോലെ സംസാരിച്ചുകൊണ്ടിരുന്നു തിരുവചനമുണ്ട്. അപ്പൊ കാഹള സത്തം കേൾക്കുമ്പോൾ നമ്മൾ പുനരുത്ഥാനം നടക്കുമെന്ന് പറയുന്നത് അതിന് പേര് വിളിക്കപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പേര് വിളിക്കപ്പെടുമ്പോൾ പോകണമെന്ന് താല്പര്യമുള്ളവരെല്ലാം കൈ അസച്ചാട്ടെ. ലാസറുവേ കല്ലറയിന്റെ അകത്താക്കി, താനാണ് പുനരുത്ഥാനം ജീവനം എന്ന് കാട്ടുവാൻ തെസ്സലോനിക്കർ പൗലോസ് പറഞ്ഞതുപോലെ രഹസ്യവരവിൽ അവൻ ക്രിസ്തുവിൽ മരിച്ചവൻ ആദ്യം എഴുന്നേക്കും. അതിന് വല്ല തോലനും തുർത്തിയല്ല എഴുന്നേക്കുന്നത്. എള്ളുവിളയെ ക്രിസ്തുവിൽ മരിച്ചവൻ തന്റെ സ്നേഹിതൻ ലാസറുവാണ് അവിടെ എഴുന്നേക്കേണ്ടത്. കയ്യെ തട്ടി ദൈവത്തെ സ്നേഹിതനായി ജീവിക്കുന്നവൻ, ക്രിസ്തുവൈ സ്നേഹിതനായി ഏറ്റെടുക്കാതെ ഏവനും പുനരുത്ഥാനത്തിൽ ആ രഹസ്യവരവിൽ ആ പേർ വിളിക്കപ്പെടുമ്പോൾ മണ്ണിന്റെ പ്രതിമ ധരിച്ചവൻ സ്വർഗീയന്റെ പ്രതിമ ധരിക്കാൻ കഴിയുകയില്ല എന്ന സത്യം ഉറപ്പിച്ചത് ക്രിസ്തുവിന്റെ രഹസ്യമാണ്. ലാസറുവിനെ പുറത്തെ എഴുന്നേൽപ്പിച്ചത്. ബട്ട് സെക്കൻഡ്, ക്രിസ്തുവിൽ മരിച്ചവൻ ആദ്യം ഉയർത്തെഴുന്നേക്കും. എന്നാൽ ക്രിസ്തു ഈ കാഹളനാദം കേൾക്കുമ്പോൾ, മണവാളൻ മണവാട്ടിയെ വിളിക്കാൻ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവൻ മാത്രമേ ആമേൻ ആ ശബ്ദം ആദ്യം കേൾക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവൻ. എല്ലാരും പൊങ്ങുമെന്ന് വിചാരിക്കണ്ട. നിത്യ നരകത്തിന് വേണ്ടിയാ ചിലത് ഇന്നും കടന്ന് കറങ്ങുകയാണ്. ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം, വേറുപെടണം, പാപത്തിക്ക് വിട പറയണം, വിശുദ്ധിയും വേറുപാടും ധരിക്കണം. ദൈവം തന്റെ അമസ്വത്രം മണവാട്ടി സഭയെ വിളിക്കാനാണ് വരുന്നത്, അല്ല മാവാട്ടി ഗ്രൂപ്പുകളല്ല. മണവാട്ടി സഭയെ വിളിക്കാൻ വരുന്നു. അവന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരെല്ലാം ഒരു ഹല്ലേലൂയ പറയാം. അതാണ് തിരുവചനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 16-17 വചനം പെട്ടെന്ന് വായിക്കാം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയ നക്ഷത്രമാകുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവൻ വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. മനസ്സിലായോ? തുടർന്ന് മണവാട്ടിയാണ് വിളിക്കുന്നത്. 19-ാമത്തെ അധ്യായം 7-8 വചനം. അപ്പൊ മണവാട്ടി സഭയാണ് വിശുദ്ധ സഭ. സ്നാനപ്പെട്ട് വിശുദ്ധമാർക്ക് അടങ്ങി നടക്കുന്നവനെയാ വിളിക്കാൻ വരുന്നത്. അത് ക്രിസ്തുവിൽ മരിച്ചവൻ എഴുന്നേക്കും. ഒരുപക്ഷെ അവന്റെ വരവിന് മുമ്പ് മരിച്ചാൽ ലാസറുവെ എഴുന്നേൽപ്പിച്ച പോലെ എഴുന്നേൽപ്പിക്കാൻ അവനാണ് സാക്ഷാൽ പുനരുത്ഥാനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്ക്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. തിരുവചനത്തിൽ ഒരു വചനം ഇങ്ങനെ ഇരിക്കുന്നു. 2 കൊരിന്ത്യർ 11:2 വായിക്കാം. ഇവരെയാണ് ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇങ്ങനെയുള്ളവൻ, അതായത് വല്ലവനെ എഴുന്നേൽപ്പിച്ചില്ല. അതുകൊണ്ടാണ് യേശു വളരെ പരിജ്ഞാനത്തോടെ തന്റെ സ്നേഹിതനെ കല്ലറയിന്റെ അകത്താക്കിയത്. കാരണം തെസ്സലോനിക്ക സഭയിൽ പറയുന്നു ക്രിസ്തുവിൽ മരിച്ചവനാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ സ്നേഹിതനെ അയക്കണം. വല്ലവനെ ഇറക്കിയാൽ എല്ലാ ഉപദേശം തെറ്റായി പോകും. തിരുവചനം എത്ര വ്യക്തമായി ക്രിസ്തു നടത്തി കാണിച്ചു. ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 11:2 വായിക്കുക. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷനിക്ക്, ഒരേ പുരുഷനിക്ക് നിയമിക്കപ്പെട്ട നിർമ്മല കന്യക. എല്ലാരും മനസാക്ഷി വന്ന് നെഞ്ചിൽ കൈവച്ചു ആലോചിക്കും, നീ നിർമ്മല കന്യകയാണോ? നിന്റെ നിർമ്മലത എത്ര ലക്ഷണത്തിലിരിക്കുന്ന.
നിന്റെ ചിന്ത എങ്ങനെ, നിന്റെ പോക്ക് എങ്ങനെ, നിന്റെ നോട്ടം എങ്ങനെ, നിന്റെ ഇരിപ്പ് എന്താ? മനസ്സിലായില്ല. ഈ കഥ ഒന്ന് മനസ്സിലാക്കി തരും നിനക്ക്. എന്താണ് കഥ? അതാ പഴയ കാലത്ത് ഒരുത്തെ വില്ലേജിലിരുന്ന് ട്രിവാൻഡ്രം ടൗണിലേക്ക് പോയി, ചാലയിൽ പോയി, ചന്തയിൽ പോയി എല്ലാ സാധനം വാങ്ങിച്ചിട്ട് ഒരുത്തൻ വില്ലേജിലേക്ക് തിരിച്ചു വരണം. അപ്പൊ അവൻ ടൗൺ ബസ്സിൽ കയറി പോയിട്ട് വന്നു. വരുമ്പോ അവിടെ അന്ന് വില്ലേജ് കേസില്ലേ, അവിടുന്ന് എല്ലാ സാധനവും വാങ്ങിച്ചു, പൈൻ്റെ അകത്ത് സഞ്ചിന്റെ അകത്താക്കി എല്ലാം വാങ്ങിച്ചു വെച്ചവൻ അവസാനം ഒരു റോട്ടിന്റെ അകത്ത് ബനിയൻ ഇങ്ങനെ വിരിച്ചു വെച്ചിരിക്കുക, വളരെ ചീപ്പ് റേറ്റിന് വിറ്റിരിക്കുക ബനിയൻ. ആ ബനിയനെ കണ്ടപ്പോ സുഹൃത്തിന് ഭയങ്കര ഇഷ്ടം. ഈ ബനിയൻ ഒന്ന് വാങ്ങിയ ഇവൻ വില്ലേജ് കേസിൽ അവിടുന്ന് ഇത് ഷർട്ട് ഊരി അത് ഈ ബനിയൻ എടുത്ത് ഇട്ടു. നമ്മുടെ ആൾക്കാർ അവിടെ ഇട്ടു നോക്കുന്ന ഗ്രൂപ്പുമുണ്ട്. നടു റോട്ടിലിരുന്ന് അവൻ എടുത്തിട്ടു. വില്ലേജ് കേസല്ലേ, ഇട്ടപ്പോ അവനക്ക് നന്നായിരുന്നു. അവൻ കടക്കാരൻ പറഞ്ഞു, ഓ വിറ്റവൻ പറഞ്ഞു, ഓ സൂപ്പർ. അവൻ അപ്പൊ ഇനി ഞാൻ ഊരുന്നില്ല, ഇതിലേ തന്നെ പോകാം. അപ്പൊ റെഡിയായി എല്ലാ സാധനവും എടുത്തവൻ. അവൻ എല്ലാ സാധനം വാങ്ങി ടൗൺ ബസ് വന്നു. കുറെ ലേറ്റായി വീട്ടിലേക്ക് വരുമ്പോ അവന്റെ ഭാര്യ, ഓ ഈ ബസ്സിൽ വരുമെന്നല്ലേ പറഞ്ഞത്, എന്റെ ഭർത്താവ് വരുന്നുണ്ടോ എന്ന് വീട്ടിൽ നിന്ന് പൊക്കി അങ്ങനെ തല പൊക്കി നോക്കുക. അവൻ ബസ് അങ്ങനെ പോകുമ്പോ അതിലുണ്ട് ചേട്ടൻ, അതിന്റെ അകത്തുണ്ട് ചേട്ടാ. ചേട്ടനെ നോക്കി ഇവള് ആമേൻ അങ്ങനെ ഇറങ്ങി വീട്ടിന്റെ പുറത്ത് ചേട്ടൻ വരുന്ന വരത്ത് കണ്ടപ്പോ, അവന്റെ ഡ്രസ്സും അവന്റെ സാധനം കൊണ്ടുവന്നതെല്ലാം കണ്ടപ്പോ ഓടി വന്ന് അവനെ കട്ടി പിടിച്ച് മാർബിൽ ഒരു ഉമ്മാണ്. എല്ലാവർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും സ്വന്തം ഭർത്താവിനെ മുത്തുന്നതിൽ ഒരു പ്രശ്നം കേട്ടോ, മാറി മുത്തുന്ന നാറിപ്പോകും. അതെ, അപ്പൊ ഒറ്റ ചുമ്മന. പക്ഷെ അത് വീട്ടിനകത്തായാൽ കുറെ കൊള്ളാം. ഇത് യൂറോപ്പ് ദേശമല്ലല്ലോ. ആ ഒറ്റ കട്ടി പിടിച്ച് ഒരു ചുമ്മനം ചെയ്തവൻ ഇവൻ തന്റെ കയ്യിലുണ്ട് എല്ലാ സാധനവും പെട്ടെന്ന് താഴെ ഇട്ടു. എടി, ഇത്ര സ്നേഹം നിനക്കും ഉണ്ടോ? ഇത്ര സ്നേഹം എന്റെ മേൽ നീ വച്ചിരുന്നാൽ ഈ കൈ കൊണ്ട് നിന്നെ അടിച്ചിരിക്കില്ല, ഈ കാല് കൊണ്ട് ചവിട്ടിയിരിക്കില്ല. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ. അതിനവള് പറഞ്ഞു, അധികം സുഖിപ്പിക്കാതെ. അവളറിയാ പുരുഷനെ അധികം സുഖിക്കാതെ, ரொம்ப കാട്ട വേണ്ട. ഞാൻ നിന്നെ ചുമ്മനം ചെയ്തത്, നിന്റെ നെഞ്ച നോക്ക്, അവിടെ ആരിയിരിക്കണം? സൂപ്പർ സ്റ്റാർ രജനികാന്ത് ഇരിക്കുന്നത്. ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഈ ക്രിസ്തു എന്ന ഏകപുരുഷൻ, ഒരേ പുരുഷൻ, ഏകപുരുഷന് നിയമിക്കപ്പെട്ട നിർമ്മല കന്യ എന്ന ലോകത്തെ വെറുത്ത് വിശുദ്ധിയും വേറുപാടിന് നിൽക്കണം. നിന്നെ അവന്റെ പുനരുത്ഥാനത്തിൽ നീ കാണപ്പെടണമെങ്കിൽ കരങ്ങളെ തട്ടി എല്ലാരും പോകണം. ഓ എല്ലാരും പോകണം. മണ്ണാകും മായാവിട്ട്, മണ്ണാകും മായാവിട്ട് നാം ഇന്ന് ചിന്തിക്കും ആശാപുരിയോട് നീയാണ് കാണുന്നത്, കൊടുങ്ങിയാണ് കാണുന്നത്. നാം ഇന്ന് ചിന്തിക്കും ആശാപുരിയോട് നീയാണ് കാണുന്നത്, കൊടുങ്ങിയാണ് കാണുന്നത്. എല്ലാരും പോകണം, എല്ലാരും പോകണം. മണ്ണാകും മായാവിട്ട്, വെറും മണ്ണാകും, വെറും മായാവിട്ട് നാം ഇന്ന് ചിന്തിക്കും ആശാപുരിയുടെ ഉയ്യാടെ കാണുന്നത്, കൊടുങ്ങിയാണ് കാണുന്നത്. നാം ഇന്ന് ചിന്തിക്കും ആശാപുരിയോട് നീയാണ് കാണുന്നത്, കൊടുങ്ങിയാണ് കാണുന്നത്. എല്ലാ കൈയടിച്ച് ക്രിസ്തു എന്ന ഏകപുരുഷന് നിയമിക്കപ്പെട്ട മണവാട്ടി സഭ, മണവാട്ടിയെ വേറുപട് വിശുദ്ധി, വേറുപട് ജീവി. ഇന്ന് രാത്രി യേശു വന്ന് അവന്റെ വരവിലെല്ലാം കാണപ്പെടണം. ചെലയും നടവിലേ, നിത്യം ചെലയും നടവിലേ. ദുഃഖമുറവിളി ഇല്ലാത്ത നാടതാ കാണുന്നു ദൂരദേശേ, അതാ കാണുന്നു ദൂരദേശേ. ദുഃഖമുറവിളി ഇല്ലാത്ത നാടതാ കാണുന്നു ദൂരദേശേ, അതാ ദൂരദേശേ.
മഞ്ഞാണ് കാണുന്നത്, കൊടുമഞ്ഞാണ് കാണുന്നത്. നാം ഇന്ന് ചിന്തിക്കുന്ന നാശപുരിയോ നീയാണ് കാണുന്നത്, കൊടുമഞ്ഞാണ് കാണുന്നത്. അലരുന്ന ആഴിയിൽ അലകൾ മാറ്റുവാൻ ആയവൻ കൂടെയുണ്ട്, ആയവൻ എന്നും ആയവൻ കൂടെയുണ്ട്. നമുക്കന്ന് പാടാം നമുക്കൊരു ത്യാഗത്തിൻ്റെ ഗീതം, ഒരു ത്യാഗത്തിൻ്റെ ഗീതം. പോകാം നമുക്കന്ന് പാടാം നമുക്കൊരു ത്യാഗത്തിൻ്റെ ഗീതം, ഒരു ത്യാഗത്തിൻ്റെ ഗീതം, ഒരു ത്യാഗത്തിൻ്റെ ഗീതം. ക്രിസ്തുവിൽ മരിച്ചവൻ ആദ്യം എഴുന്നേക്കും എന്ന് പറയുവാൻ യേശു താനെ പുനരുത്ഥാനം ജീവനമെന്ന് ഉറപ്പിച്ചവൻ. ആമേൻ. ഇപ്പൊ ആമേൻ ലാസറുവിനെ എഴുന്നേൽപ്പിച്ചതിന്റെ സത്യം അതിനാ. അവൻ നേരം പോക്കാനും അഡ്വർടൈസ്മെന്റിന് നടത്തുകയല്ല, പറഞ്ഞത് ചെയ്യിപ്പിക്കുന്ന ദൈവം. രണ്ടാമത് ഒരു ഇൻസിഡന്റ് മരണത്തിന് രക്ഷിച്ചത് യവീരുവിന്റെ മകൻ 12 വയസ്സ് ഒരു പെൺകുട്ടി ആമേൻ ജീവൻ പ്രാപിച്ച സംഭവം. ഇത് എന്ത് കാട്ടുന്ന തെസ്സലോനിക്കർ പൗൽ എന്താ പറയുന്നത്? ആദ്യം ക്രിസ്തുവിൽ മരിച്ചവൻ എഴുന്നേക്കും, പിൻപ് ജീവനോടിരിക്കുന്ന നാം അവനെ എതിർകൊണ്ടു പോകും. ഇവിടെയാണ് ഈ രണ്ടാമത് ഇൻസിഡന്റ് ദൈവം ഉറപ്പിക്കുന്നത്. രഹസ്യവരവ് ഇല്ല എന്ന് ബെന്തക്കോസ് പരദേശി ഒരു കൂട്ടം പറയുന്നുണ്ട്. ഇന്ന് സൂക്ഷിച്ചോ, കർത്താവിന്റെ വരവ് അടുത്തായി. അവന്റെ ബുദ്ധി ഓവറ പേദലിച്ച് പോയി. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ അവന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും നാണം കെട്ട പോക്ക് വരുന്നത്. മര്യാദയ്ക്ക് വേറുപടണം. പ്രതികൂലം വരുമ്പോൾ അവൻ ക്രോധം വരുന്ന മുമ്പ് മണവാട്ടി സഭയെ അവൻ തൂക്കിയെടുക്കും. നാശത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ. അതാണ് രഹസ്യവരം. അതാണ് തെസ്സലോനിക്കർക്ക് ഇവിടെ പറയുന്നത്. പരസ്യവരവല്ല ഞാനിപ്പോ പറയുന്നത്, രഹസ്യവരമാണ്. അപ്പൊ ക്രിസ്തുവിൽ മരിച്ചവൻ ആദ്യം എഴുന്നേൽക്കില്ല, ലാസറുവെ പോലെ അവന്റെ സ്നേഹിതനായി ജീവിച്ച ദൈവ പൈതൽ. രണ്ടാമത് ജീവനോടിരിക്കുന്ന നാം അവനെ എതിർന്ന് നിൽക്കും. അത് പുനരുത്ഥാനത്തിൽ ജീവനോടിരിക്കുന്നവൻ വേറുപെടും. ആ ഇൻസിഡന്റ് ഉറപ്പിക്കുന്നത് യേശു ഇവിടെ ഒരു 12 വയസ്സ് പെൺകുഞ്ഞിനെയാണ് ദൈവം കരങ്ങളിൽ എടുക്കുന്നത്. വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എടുത്തവരൊന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ ആ സംഭവം. അവനിങ്ങനെ അവരോട് സംസാരിച്ചു, അവനെ നമസ്കരിച്ചു. എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോകും, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു. കുഴലൂതുന്നവരെയും ആരവര കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത് എത്രയെന്ന് പറഞ്ഞു. ഇവിടെ കുറെ പേര് കുഴലൂതുകയാണ്. എടാ നിന്റെ കുഴലൂട്ടും വേറെന്താ? ആരവര കൂട്ടത്തെ. അപ്പൊ യേശു പറഞ്ഞു കുഞ്ഞ് മരിച്ചില്ല എന്ന് പറഞ്ഞപ്പോ മാർബത്തടിച്ച് കരഞ്ഞ അത്ര കേസും കുഴലൂതി കൂത്താടി എല്ലാം ചെയ്തവരെല്ലാം നിന്നിട്ട് ഇത്രയും പൈസ ഇറക്കി എല്ലാം നടത്തിയ ഇവര് വന്ന കുരു വായില വന്ന പറഞ്ഞു കുഞ്ഞു മരിച്ചില്ല, ജീവനോടിരിക്കുകയാണെന്ന് പറയുന്നു. എന്താടാ ഇത്? ആരും ചിരിച്ചെന്നാ ബൈബിൾ പറയുന്നത്. എല്ലാവരും ചിരിച്ച്. അതുകൊണ്ടാണ് യേശു അവിടെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയാതെ യേശു പറഞ്ഞു എല്ലാവരും പുറത്താക്കാൻ പറഞ്ഞു. ഒരു കേസും ഇതിൻ്റെ അകത്തരുത്. 12 ശിഷ്യന്മാരിൽ 9 പേരെ ആബ്സെന്റ് ആക്കി 3 പേരെ കൊണ്ടുവന്നത്. അതിൽ യൂദാസ് ഉണ്ട്. അവനെല്ലാം വെച്ച് അത്ഭുതം നടക്കുമോ? അതുകൊണ്ട് എല്ലാവരും വീട്ടിൻ്റെ അകത്താക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ 3 പേരെ എൻ്റെ ശിഷ്യന്മാർ സ്നേഹിതരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനടുത്ത് ഇവിടെ വേർപാടില്ലാതെ എല്ലാ കൂത്താട്ടും ചിരിക്കും എല്ലാം പോകണം പുറത്തുനിന്ന്. എല്ലാവരും പുറത്താക്കി കുഞ്ഞിൻ്റെ അപ്പനെയും അമ്മയും വെച്ച് യേശു ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. തലിത്താ കൂമി, സുരബന്നാ എഴുന്നേക്ക്. അപ്പൊ മരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ സത്യം. യേശു നുണ പറയില്ല. യേശു പറഞ്ഞ സത്യമാണ്. കുഞ്ഞു ഉറങ്ങുന്നു. ഇതിന്റെ അർത്ഥം എന്തെന്നാൽ മരുരൂപം എന്ന് പറയുന്നത് മണ്ണിന്റെ പ്രതിമ ധരിച്ച നാം മരുരൂപപ്പെടുമ്പോൾ ഒരു മയക്കം വരും. ആദാം ഹവ്വയെ എടുക്കുമ്പോൾ ആദാമിന് ഒരു മയക്കം കൊടുത്താണ് എല്ല് ഉരുവി ഒരു ഓപ്പറേഷൻ നടത്തി ഹവ്വയെ കൊടുത്തത്. ഇതുപോലെ ഈ ശരീരം മരുരൂപമാകുമ്പോൾ നാം ജീവനോട് തന്നെ ഇരിക്കും, പക്ഷേ നമ്മൾ എഴുന്നേക്കും. കയ്യെത്തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ഇൻസിഡന്റ് വ്യക്തമായി ക്രിസ്തു നിവൃത്തി ചെയ്തു. പക്ഷെ മൂന്നാമത് ഒരുത്തനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ചരിത്ര സത്യമുണ്ട്. അത് ആര്? നായീനൂർ വിധവയുടെ മകൻ. ഇത് ക്രിസ്തുവിൽ മരിച്ചവനും ജീവനോടിരിക്കുന്നവനും എന്ന് പറയുന്നതല്ല. സാക്ഷാൽ ന്യായവിധി ദിവസത്തിൽ സകല മാനവ ജാതിയും സകല മനുഷ്യരും
ദേവസായില്ലാൽ ശിക്ഷിക്കപ്പെട്ട എല്ലാരും എഴുന്നേക്കണം ന്യായവിധിക്ക്. കയ്യപ്പയ്ക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ യേശു അപ്പം എല്ലാരും മുമ്പ് കാഴ്ചയായി വരണം. ഇതാണ് പരസ്യ വരവ്. അതാണ് അപ്പോസ്തലർ 1:10 പറയുന്നത്, ഭൂമിയിലുള്ള സകല ഗോത്രം കാണെ അവൻ മേഘത്തിൽ വെളിപ്പെടുന്നു. മത്തായി 24:30 വായിച്ചാട്ടെ. മത്തായി 24:30 പെട്ടെന്ന് വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ പോയതുപോലെ ഗലിലയ പുരുഷനെ നിങ്ങൾ കാണുന്ന പോയതുപോലെ എന്ന് പറയുന്നത് ഇത് രണ്ടാം വരവിൽ പരസ്യ വരവിന്റെ വചനമാണ്. വായിച്ചാട്ടെ. മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളം ധ്വനിയോടും കൂടെ ദൂതന്മാരോട് പോയ ദൈവം ഇപ്പൊ ദൂതന്മാരോട് വരുന്നു, മേഘത്തിൽ വരുന്നു, എല്ലാം കറക്റ്റായി നടക്കുന്നു. വെളിപ്പാട് 1:7 വായിക്കാം. വെളിപ്പാട് 1:7 പെട്ടെന്ന്. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. എല്ലവിളയെ ഏതു കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ശ്രദ്ധിച്ചോ, അപ്പോസ്തലർ 1-ലും മത്തായി 24 യേശു പറഞ്ഞതിലും വെളിപ്പാട് യോഹന്നാൻ കണ്ട ദർശനത്തിലും ഇപ്പോ പരസ്യ വരവിലാണ്. അത് ഗോത്രങ്ങളെല്ലാം കാണുന്നു, അവർ കുത്തിയവരെന്ന യഹൂദന്മാർ നോക്കുന്നു. ഈ സംഭവത്തിൽ ദാനിയേൽ 12-ാമത്തെ അധ്യായം 2-ാമത് വചനമാണ് ഇവിടെ ഉറപ്പിക്കപ്പെടുന്നത്. ഒന്ന് വായിച്ചാട്ടെ. ദാനിയേൽ 12:2. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും നിലത്തിൽ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും ചിലർ നിത്യജീവനായും ചിലർ ജീവന് വേണ്ടിയും ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്ക് വേണ്ടി ഉണരും. ശ്രദ്ധിച്ചോ, പുനരുത്ഥാനത്തിൽ ആമേൻ. ഇവിടെ പറയുന്ന പുനരുത്ഥാനം സകല ജാതികളും എഴുന്നേൽക്കണം. ന്യായവിധിക്ക് മുമ്പ് എഴുന്നേറ്റേ ആകണം. ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പ് എഴുന്നേൽക്കണം. ഒരുത്തരും ഞാൻ വരില്ല എന്ന്. രക്ഷിക്കപ്പെടാതവൻ, വേറുപെടാതവൻ, സ്നാനപ്പെടാതവൻ, തിരുവചനം നിന്ദിച്ചവൻ, കൺവെൻഷൻ കോട്ടത്തെ ആമേ നിന്ദിച്ചവൻ, ആമേ സത്യം പറഞ്ഞപ്പോൾ അവരെ വെല്ലുവിളിച്ചവൻ, എല്ലാരും വന്നേ മതിയാകൂ. ഞാൻ ആളാണ്, ഞാൻ ആ സഭക്കാരനാണ്, ഞാൻ ഹൈന്ദവനാണ്, ഞാൻ ഇസ്ലാമിയനാണ്, ആമേ സ്വതന്ത്രം ബുദ്ധനാണ്, ഞാൻ സീക്കനാണ്. ഇനി യവനായാലും ദൈവസായാൽ ശിക്ഷിക്കപ്പെടാൻ വന്നേ ആകണം. കയ്യത്തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവന്റെ ന്യായവിധിക്ക് മുമ്പായി അവൻ വരണം. ഈ ഇൻസിഡന്റ് ചിലർ നിത്യ ജീവന് വേണ്ടിയും ചിലർ നിത്യ നിന്ദയ്ക്ക് വേണ്ടിയും ഇത് യേശു നിരൂപിച്ച് കാണിക്കുകയാണ്. പുനരുത്ഥാനത്തിൽ ഇത് നടക്കണം. അതുകൊണ്ടാണ് 3-ാമത് ഇൻസിഡന്റ് നൈനൂർ വിധവയുടെ മകനെ എഴുന്നേൽപ്പിച്ചതിന്റെ സീക്രട്ട് ഒന്ന് വായിക്കുക. 7-ാമത്തെ അധ്യായം ലൂക്കോസ് 7:11 മുതൽ പെട്ടെന്ന് വന്ന് വായിച്ചാട്ടെ. പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. നോട്ട് ദ പോയിന്റ്. വളരെ പുരുഷാരും കൂടെ പോയി. അവൻ 12 വയസ്സ് ആ യവനക്കാരിയെ കുഞ്ഞിനെ എഴുന്നേൽക്കുമ്പോൾ വീട്ടിന്റെ അകത്ത് ചിരിച്ചവൻ അത്രയും ചവിട്ടി പുറത്താക്കിയിട്ടാ ദൈവം അത്ഭുതം ചെയ്തത്. ലാസർ ഇരുന്നിടത്തിൽ ആ ദേശത്തിലുള്ളവർ ഇരിക്കുന്നത് മാത്രമേ നടന്നുള്ളൂ കല്ലറയുടെ മുമ്പ്. പക്ഷെ ഇവിടെ നോട്ട് ദ പോയിന്റ്, വളരെ പുരുഷാരമുണ്ടായിരുന്നു. ഇത് ന്യായവിധി. വളരെ പുരുഷാരമുണ്ടായിരുന്നു. ന്യായവിധി. സകല മാനവജാതിയും സകലവനും എഴുന്നേൽക്കണം. വളരെ ഒരു പുരുഷാര ഗോത്രം എഴുന്നേക്കും ലോകത്തിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ പട്ടണത്തിന്റെ വാതിലിലോട്ട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. ബ്യൂട്ടി എഴുതിയിട്ടുണ്ട്. പുറത്തു കൊണ്ടുവരുമ്പോൾ അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, ഒറ്റ പയ്യലേ ഉള്ളൂ അമ്മയ്ക്ക്. ആ വിധവയുടെ ഒരു മകനേ ഉള്ളൂ എന്ന കഥ വായിക്കുക. അവൾ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും. ഇവിടെ പോകാൻ ഒരു പുരുഷാരം വരുമ്പോ പട്ടണത്തിന്റെ അകത്ത് ഒരു പുരുഷാരം വരുന്നു. കയ്യത്തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുരുഷാരത്തിന്റെ ബഹള. അതിന്റെ അർത്ഥം മനസ്സിലായോ? നീ ഏത് ജാതിക്കാരനോ ഏത് മതക്കാരനോ ഒരടക്കം ചെയ്യാൻ നീ പട്ടണത്തിൽ നിന്ന് കയറി വരുന്നല്ലോ. നിന്നെ പൊക്കും ദൈവം. നീ എഴുന്നേറ്റ് ആകണം. ആമേൻ. ദാനിയേൽ പറഞ്ഞതുപോലെ ന്യായവിധിയുടെ ദിവസത്തിന് വേണ്ടി ചില നിത്യ നിന്ദയ്ക്കും ചില നിത്യ ജീവന് വേണ്ടി എഴുന്നേക്കും.
നിത്യജീവന് വേണ്ടി എഴുന്നേൽക്കാനാണ് ആമേൻ ദൂതൻ പറഞ്ഞത് ആമേൻ ദാനിയേലോട്. ആമേൻ ഇവിടെ നടന്നത് വളരെ ഒരു പുരുഷാരം പട്ടണത്തിന് പുറകെയും പട്ടണത്തിനകത്തും വരുന്നു. എല്ലാരും എഴുന്നേക്കും. തുടർന്ന് വായിക്കുക. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവരോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. എല്ലാരും നിന്നു. ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന്. എല്ലാരെയും കരയിപ്പിച്ചവനെ, നാട്ടുകാരെ കരയിപ്പിച്ചവനെ, വീട്ടുകാരെ കരയിപ്പിച്ചവനെ, ബാല്യക്കാരാ, നിന്റെ ബാല്യത്തിന്റെ പാവം അവൻ തീരാതെ നീ കാണിച്ച കളി കുറച്ചാടോ. നിന്നപ്പോ അവനെ തൊട്ടപ്പോൾ കഥ പറയുന്നു. അവൻ എഴുന്നേറ്റ് ഇന്ന് സംസാരിക്കാൻ തുടങ്ങിയെന്ന്. എന്താ സംസാരിച്ചു? അവനെ വിളിച്ച് കേൾക്കണം. എടാ, എന്താണ് നീ സംസാരിച്ചത്? ന്യായവിധിയിൽ പതിൽ പറഞ്ഞാകോ. അവനവന്റെ ജീവിതത്തിൽ തക്കവണ്ണം ന്യായവിധി കൊടുക്കുന്ന സമയമാണ്. ക്രിസ്തു അവന്റെ സംസാരം അവിടെ ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിക്കേ. ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കും. നിന്നെ എന്നെ ഉണർത്തുന്ന ഒരു തിരുവചനം, ഒരു രഹസ്യമാണ്. എല്ലാരും വന്നാകണം. ആ സത്യം ഇവിടെ വെളിപ്പെടുകയാണ്. ആ സംസാരമാണ് ഇതിന്റെ അകത്ത്, ന്യായവിധിയുടെ സംസാരം. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഇതാ പോയിന്റ്. ഈ രണ്ട് ഇൻസിഡന്റിൽ നടന്നതിൽ വ്യത്യാസമാണ്. മൂന്നാമത്തെ ഇൻസിഡന്റ്, ഈ വന്ന വലിയൊരു പുരുഷാരം എല്ലാവർക്കും ഭയം വന്നു, പേടി, ന്യായവിധിയുടെ ഭയം. അപ്പൊ യേശു ചെയ്ത 3 അത്ഭുതവും വളരെ വളരെ വ്യക്തമായി താനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് നിരൂപിച്ച ചരിത്ര സത്യത്തിന്റെ രഹസ്യമല്ലേ. ഇന്ന് രാത്രി ഈ തിരുവചനം കേൾക്കുന്ന നീയും ഞാനും നടുങ്ങണം. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 5-ാമത്തെ അധ്യായം 28-29 വചനം വായിച്ചാട്ടെ. യോഹന്നാൻ 5:28-29 പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. എള്ളവളയെ നീ ഏതാളാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, മനുഷ്യനാകട്ടെ, എല്ലാരും ഒരു ദിവസം ആമേൻ യേശു വെളിപ്പെടുമ്പോൾ കല്ലറയിൽ ഇരിക്കുന്നവൻ എഴുന്നേൽക്കണം. എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. അവരുടെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ആമേൻ. മത്തായി 25-ൽ യേശു പറയുന്നു, അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ദിവസത്തെ കുറിച്ച് വലതു ഭാഗം ഇടതു ഭാഗം ദൈവം നിർത്താൻ പോകുന്നു. ഒരു പാട്ട് ഞാൻ പലപ്പോഴും പാടും. ലെഫ്റ്റ് റൈറ്റ് പക്കങ്ങളാകെ ജനങ്ങൾ നിற்பாரே, ചെമ്മരിയാട് വെള്ളാട് പോൽ പിരിക്കപ്പെടുവാരേ. ലെഫ്റ്റ് റൈറ്റ് പക്കങ്ങളാകെ ജനങ്ങൾ നിற்பாரே, ചെമ്മരിയാട് വെള്ളാട് പോൽ പിരിക്കപ്പെടുവാരേ. എക്കളമോതും കடைசி നാളിൽ കാட்சி നടക്കുമേ. ഓ എക്കളമോതും കடைசி നാളിൽ കാட்சி നടക്കുമേ. വെള്ള സിംഹാസനത്തിൽ യേശു, ഓ വെള്ള സിംഹാസനത്തിൽ യേശു തീർപ്പ് കൂറുവാരേ. ലെഫ്റ്റ് റൈറ്റ് പക്കങ്ങളാകെ ജനങ്ങൾ നിற்பாரே, ചെമ്മരിയാട് വെള്ളാട് പിരിക്കപ്പെടുവാരേ. എക്കാലമോതും കடைசி നാളിൽ കാட்சி നടക്കുമേ. എക്കാലമോതും കடைசி നാളിൽ കാட்சி നടക്കുമേ. വെള്ള സിംഹാസനത്തിൽ യേശു തീർപ്പ് കൂറുവാരേ. ഓ വെള്ള സിംഹാസനത്തിൽ യേശു തീർപ്പ് കൂറുവാരേ. இடது பக்க ஜனத்தை பார்த்து ராஜா உரைப்பார். இடது பக்க ஜனத்தை பார்த்து ராஜா உரைப்பார். சபிக்கப்பட்டவர் என்னை விட்டு அகன்று சென்றிடுங்கள். சபிக்கப்பட்டவர் என்னை விட்டு அகன்று சென்றிடுங்கள். ஆதியிலிருந்து பிசாசுக்கும் அவன் தூதர் கூட்டத்திற்கும், ஆதியிலிருந்து பிசாசுக்கும் அவன் தூதர் கூட்டத்திற்கும் ஆயத்தம் பண்ணின நெருப்பு கடலில் பங்கடைந்திடுங்கள். ஆயத்தம் பண்ணின நெருப்பு கடலில் பங்கடைந்திடுங்கள். லெஃப்ட் ரைட் பக்கங்களாக ஜனங்கள் இருப்பார்கள்.
செம்மறியாடு வெள்ளாடு பிரிக்கப்படுவாரே. எக்காலபோதும் கடைசி நாளில் காட்சி நடக்குமே. ஓ எக்காலபோதும் கடைசி நாளில் காட்சி நடக்குமே. வெள்ள சிங்காசனத்தில் இயேசு தீர்ப்பு கூறுவாரே. வெள்ள சிங்காசனத்தில் இயேசு தீர்ப்பு கூறுவாரே. ഇടത് പക്ക ജനത്തെ പാർത്ത് പിശാസിനും അവൻ കൂട്ടത്തിനും ഒരുക്കിയവനെ പോടാന്ന് അകത്താക്കും. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവൻ, വേറുപെട്ടവൻ, വിശുദ്ധിക്കും വേറുപെട്ടവനും, സ്നാനമെടുത്തവനും, വെക്കപ്പെടാതെ ജീവിച്ചവനും, സഭയിൽ മര്യാദയെ അടങ്ങി നടന്നവനും, കർത്താവിന് വേണ്ടി സാക്ഷിയായി ജീവിച്ചവനെ ആമേൻ ദൈവം വിളിക്കും. ആമേൻ. വലതു പക്ക ജനത്തെ പാർത്ത് രാജാ ഉറൈപ്പാരേ. വലതു പക്ക ജനത്തെ പാർത്ത് രാജാ ഉറൈപ്പാരേ. வாருங்கள் என் பிதாவால் ஆசீர்வதிக்கப்பட்டவரே. வாருங்கள் என் பிதாவால் ஆசீர்வதிக்கப்பட்டவரே. ஆதியிலிருந்து உங்களுக்கென்று சொலித்த ராஜ்யத்தை, ஆதியிலிருந்து உங்களுக்கென்று சொலித்த ராஜ்யத்தை உரிமையோடும் உற்சாகத்தோடும் சுதந்தரித்திடுங்கள். நீங்கள் உரிமையோடும் உற்சாகத்தோடும் சுதந்தரித்திடுங்கள். ആ വെളിപ്പാട് പുസ്തകം വെള്ള സിംഹാസനത്തെ വിളിച്ചു പറയുന്നത് ഇന്ന് രാത്രി പുനരുസ്ഥാനം എന്ന സത്യം വളരെ വ്യക്തമായി എള്ളുവിളയോട് ദൈവം സംസാരിച്ചു. പാപത്തിന് വിട പറഞ്ഞ് രക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെട്ടോ. ഇത് നിന്റെ അവസാന നേരം. നശിച്ചു പോകാതെ തിരുവചനത്തെ അനുസരിക്ക്, വേറുപെട്, സ്നാനപ്പെട്, യേശുവിനെ ദൈവമായി ഏറ്റെടുത്തു. ജാതി മതം വന്നതും പോയും കുഴലൂതുന്നതും കൂത്താട്ടത്തിൽ നിന്ന് നിർത്തി മര്യാദയ്ക്ക് മനം തിരുമ്പ്. അവന്റെ തിരുവചനം അനുസരിക്കുന്നവരെ അനുഗ്രഹിപ്പാൻ അവനെ ഇറങ്ങി നിൽക്കുന്നു.